എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇസ്ലാം വിശ്വാസിയായിരുന്നു. പുള്ളിക്കാരിയുടെ ഞാനന്ന് ഒരു സംഖ്യയാണ്, വിശ്വാസിയൊക്കെയാണ്. ആ സമയത്ത് പുള്ളിക്കാരിയുടെ ഒരാവശ്യം പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരിയുടെ ഒരു വേണ്ടപ്പെട്ട ഒരാള് ഗൾഫില് പുള്ളി ഇങ്ങനെ അകപ്പെട്ടു പോയി, പുള്ളിയുടെ വിഷയം ഇതെല്ലാം പിടിച്ചു വെച്ചേക്കാണ്, പുള്ളിക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, അത് വിശ്വാസമുള്ളവർക്ക് അവിടെ എന്തോ ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുമെന്ന് പറയുന്നു. എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ, അതുകൊണ്ട് എന്നെ ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ശരിയടാ, എന്നാ അതുകൂടെ ചെയ്യാന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ആ അമ്പലത്തിൽ പോയി ഒരു പൂജ കഴിച്ചു. പുള്ളി ഒരു ഡേറ്റാണ് പറഞ്ഞത്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറഞ്ഞത്. പിന്നെ അത് വെച്ച് എങ്ങനെയൊക്കെയോ പുള്ളിയുടെ ഒരു നാളെന്തൊക്കെയോ കണക്ക് കൂട്ടി അദ്ദേഹത്തിന്റെ പേരിൽ നേർച്ചയൊക്കെ നടത്തി അതിന്റെ പ്രസാദം കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ കൊടുത്തു. അപ്പൊ അവര് അതിന്റെ പായസം ഭക്ഷണം കഴിച്ചു, ബാക്കി ഇങ്ങനെ തന്നു, ഞാനിങ്ങ് കൊണ്ടുപോകുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് പുള്ളി എങ്ങാണ്ട് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇവരെ ഫാമിലി ആയിട്ട് ഞാൻ ക്ഷണിച്ചു. ഫാമിലി ആയിട്ട് ക്ഷണിച്ചപ്പോ ഇവര് വീട്ടിൽ വന്നിട്ട് അവരുടെ 2 മക്കളും അവളും അവളുടെ അമ്മയും അച്ഛനും അവളുടെ ഭർത്താവും ഉണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ വിളിച്ചപ്പോ അവളുടെ ഭർത്താവ് മാത്രം കഴിക്കാൻ വന്നില്ല. ഞാൻ നല്ലവണ്ണം നിർബന്ധിച്ചു. അപ്പൊ അവൾ എൻ്റെ വന്ന് പറഞ്ഞു, ഒന്നും തോന്നരുത്, എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണല്ലോ. അല്ലടാ, ഞങ്ങളുടെ ആൾക്കാരല്ലോ. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞപ്പോ ഞാൻ കേട്ടത് വേറെ എന്തെങ്കിലും മൃഗമോ അങ്ങനെ. അതല്ലടാ, അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് എനിക്കത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്തുള്ള ഒരു വിശ്വാസത്തെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, അവള് പറഞ്ഞു നീ വിഷമിക്കണ്ട, ഞങ്ങൾ കഴിക്കുന്നുണ്ട്, ഞങ്ങൾ ഒക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. എനിക്കത് അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം കൊണ്ടൊന്നാണ്. പക്ഷെ എന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം അനുഭവങ്ങളുണ്ട്. ഞാൻ സാറിന് അത് ഇമെയിലായിട്ട് അയക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഞെട്ടിന്ന് പറഞ്ഞല്ലോ, അതെ, നിങ്ങൾക്ക് ഞെട്ടാനുള്ള അവകാശം ഉണ്ടോ സത്യത്തിൽ? കാരണം നിങ്ങളുടെ അപ്പൂപ്പൻ ഓൾറെഡി ഒരു ജാതി അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സാധനം ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലേ. താഴ്ന്ന ജാതികളുടെ വീട്ടിൽ നിന്നും ചെയ്യാത്ത ഒരാളായിരുന്നില്ലേ അപ്പൂപ്പൻ? അപ്പൊ അത് കണ്ടിട്ട് അപ്പൊ ആ സാധനം ഓർമ്മ വന്നുകൊണ്ടാണോ ഞെട്ടിയത്, അതോ എനിക്ക് അത് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോ അത് ഭയങ്കര തെറ്റായിട്ടും എനിക്കത് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. അപ്പൂപ്പൻ ചെയ്തതാണെങ്കിൽ പോലും എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതെ, ഞാൻ അപ്പൂപ്പന്റെ ആ കാര്യങ്ങൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അപ്പൂപ്പന്റെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞ ആളാണ്. ഞാൻ കുഞ്ഞുനാളിൽ കളിക്കാനൊക്കെ പോകുമ്പോൾ അല്ല, താഴ്ന്ന ജാതിക്കാരായ കുട്ടികളുടെ ഒപ്പം കളിക്കുകയും അവരുടെ ഒപ്പം അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാടൊക്കെ വഴക്കമാണ്. ഞാൻ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും തന്നെ ചെയ്യും. ഓക്കെ, ശരി. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അനുഭവം ഞാനിപ്പോൾ നിങ്ങൾ ഇത് പറയുമ്പോൾ ഇത് ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഇത് പറയുമ്പോൾ ഞാനിതിൽ കാണുന്ന ഉപകാരം എന്ന് പറയുന്നത്, ഇത് വിശ്വാസികൾക്ക്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇത് അറിയാനുള്ളൊരു വഴിയാണ്. അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, മുസ്ലിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് അവർ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, അവർ ചെയ്യുന്നത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അതൊട്ടും തന്നെ വേദന ഉണ്ടാക്കാറില്ല എന്നൊരു തെറ്റിദ്ധാരണയാണ് ആളുകൾക്ക് ഉണ്ടാവാറ്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ചയായിട്ടില്ല. ഞാൻ എൻ്റെ ഉമ്മയുടെ കഥയൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അയൽവക്കത്തു നിന്ന് കിട്ടുന്ന പായസമാണെങ്കിൽ അത് കുടിക്കാതെ മാറ്റി വെക്കുക, അതിനെ തീട്ടക്കണ്ടിന്ന് വിളിക്കുക, ഇതൊക്കെയാണ് ഉമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തരത്തിൽ ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അന്നത് കാണുമ്പോൾ. അപ്പോൾ ഇത് പുറത്തുള്ള ആളുകൾ ഇതറിയണ്ടേ, ഇതിങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു കാപട്യം പുറത്തുണ്ട്, ഈ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു കാപട്യം. ആ കാപട്യം നമ്മൾ മുസ്ലിങ്ങൾ തിരിച്ചറിയണം. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ മതസൗഹാർദ്ദമെന്നും മതേതരത്വം എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലും ഈ പറയുന്ന അവസരങ്ങളിലും നിങ്ങളത് ഉറപ്പാക്കണം. അതാണ് നമ്മളിവിടെ കാണാതെ പോകുന്നത്. പകരമുള്ള കഥകൾ മാത്രമേ നമ്മളിവിടെ കേൾക്കാറുള്ളൂ. ഒരു മുസ്ലിമായ ഒരാളെന്തോ ചെയ്തു, അതിൻ്റെ വലിയ നന്മ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥകളൊക്കെ നമ്മളിവിടെ കാണാറുണ്ട്. തിരിച്ചുള്ള കഥകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് നാട്ടുകാർ അറിയണം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് അനാവശ്യമായിട്ടൊരു മതത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അവസരം നമ്മൾ വെച്ച് കൊടുക്കില്ല, വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ്.
അപ്പോൾ എന്തായാലും നിങ്ങൾ അനുഭവം പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു സാർ. പിന്നെ എന്നെ ഈ ഒരു എന്താണ് ദൈവവിശ്വാസി അല്ലാത്ത ഒരു സംഖ്യയാക്കിയതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സാറിനാണ്. ഞാൻ സാറിന്റെ വീഡിയോയിൽ തുടർച്ചയായി കണ്ടിട്ടാണ് ഈ ഒരു ഇതിലോട്ട് എത്തിയത്. അതിന് സാറിനോട് ഒരുപാട് താങ്ക്സ്. ഓഹോ, നിങ്ങളുടെ ഈശ്വരവിശ്വാസം കളഞ്ഞത് ഞാനാണെന്ന്. ശരി, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ.